അടി അടി അടിക്ക അടിക്ക അടിക്ക്. ഇത് നമ്മുടെ വിജയം. ഉണ്ടോ അത് തൂത്താള് നിനക്ക് എടുത്തോ, അത് തൂത്തിങ് എടുത്തോ, അത് തൂത്താള് കൊണ്ടുപോയി തൂത്തുവാ. പാർലമെന്റിൽ ഒരാളെ കെട്ടെന്നിറങ്ങി. പിന്നെ വർക്കിന്റെ ടൈമില് കുറച്ച് പേര് കൈക്ക് വേദന, ഊരക്ക് വേദന, കാലിന് വേദന. കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാർലമെന്റ് സെറ്റ് ചെയ്യണം. അടിപൊളി പാർലമെന്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കണ്ടറിയാം. നല്ല അടിയും പിടിയും നല്ല തല്ലൊക്കെ ഉണ്ടാവും പാർലമെന്റിൽ. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പാർലമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ടീമിൽ 13 ആൾക്കാർ. ഇതൊരു ടീം, അതൊരു ടീം, അപ്പുറത്തൊരു ടീം, അങ്ങനെ 7 ടീമാണുള്ളത്. നിയമസഭയിലെ സ്പീക്കർ നല്ലോണം എടുത്ത് കുടിക്കാൻ നീ കണ്ടല്ലേ. ഞാൻ അവളോട് അത്ര റിക്വസ്റ്റ് ചെയ്ത ഒരു സാറ് കുടിച്ചതിന്റെ ബാക്കി ഗ്ലാസ്സിലുള്ള ഞാൻ ചോദിച്ചിട്ടൊക്കെയാണ് എടുത്ത് കുടിച്ചത്. അതങ്ങനെയാണ്, കുടിക്കരുത്. ബാക്കിയുള്ള ചോദിച്ചു. സൗണ്ടില്ലല്ലോ, സൗണ്ടില്ല. നമ്മളെ നിയമസഭ എങ്ങനെയാണ്? നിയമസഭ ഇപ്പത്തെ മറ്റേ പിണറായിയുടെ സഭ ഫുള്ള്, അതായത് മറ്റേ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇത് ഓടിയില്ലേ, അതേപോലെ സഭ. ഇതൊന്നും ഈ മക്കളൊന്നും ഇതൊന്നുമില്ല, അതൊക്കെ വേറെ ലെവല് സാധനം. അന്ന് മറ്റേ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ച് മൈക്കൊക്കെ എടുത്ത് വലിച്ചിരുന്ന സഭയാണ്. കസേരയൊക്കെ എടുത്തിട്ട് പരിപാടി കാണുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫയർ ആവുമായിരിക്കും. ഫയറായി വരുന്നുണ്ട്. റിജു എന്ന് പറയുന്ന ആള് അവിടെ കയറിയത് ടീമിലുള്ള ആളല്ല. പാർലമെന്റ് കത്തിക്ക് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിക്കണോ? ആവേശം കയറുന്നുണ്ട്. പറഞ്ഞിട്ടില്ല. സാർ എന്റെ പേര് റിജുവിന്റെ പേര് പറഞ്ഞപ്പോ ഞാനല്ല, റിജുവിന്റെ കയ്യിലാണ് ആ കുപ്പി ഞാൻ കണ്ടിരുന്നത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഏത് കുപ്പി? ശാന്തി ശാന്തിയായിരിക്കേണ്ടതാണ്. ശാന്തിയാണ്. സ്പീക്കർ പരിശോധിച്ച് നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. ഇവന്മാരിത് പറയുന്നൊക്കെ
കോഴിക്കോട് വർത്തനം ആ തേങ്ങാവളത്തിന്റെ കേസായിട്ടാണത്. അതാണ് ഞാനാ കുടിച്ചത്. അതില് ഒരു പക് ഇത്ര ഞാൻ കുടിച്ചിട്ടുള്ളൂ. ഞാനും ഇങ്ങനെ കുടിച്ച് പിന്നെ ഒളിപ്പിച്ച് വെച്ചപ്പോ അതിന്റെ മുന്നിലോട്ട് ഒളിപ്പിച്ച് വെച്ചു. നമ്മളോട് പറഞ്ഞത് പ്ലീസ് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ക്യാമ്പിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ ആരായാലും ലംഘിക്കപ്പെടരുത് എന്നാണ് അവർ സൂചിപ്പിച്ചത്. ആ ജാഗ്രതയെ സഭ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. മൊത്തത്തിലായിട്ടൊരു കാര്യം പറയാനുണ്ട്. ചോദ്യം ചോദിക്കാനൊന്നുമില്ല, മൊത്തമുള്ളൂ. പറഞ്ഞു അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ. ആ സമയത്ത് കുറച്ച് പേര് മാറി നിന്നിരുന്നു. പിന്നെ വർക്കിന്റെ ടൈമില് കുറച്ച് പേര് കൈക്ക് വേദന, ഊരക്ക് വേദന, കാലിന് വേദന, അതിന് തന്നെ മാറി നിൽക്കാം. പണിയെടുക്കാൻ വരുമ്പോ മാത്രം. പിന്നെ ചിലര് ആടെ കയറി ഇരിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞു വേണം പണിയെടുപ്പിക്കാൻ. NSS വളണ്ടിയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കേണ്ടത്. പാർലമെന്റ് കത്തി തുടങ്ങി. കത്തി കേറി പക്ഷെ നമ്മുടെ രോമാഞ്ചം ഞാനാണ് കൂട്ടിക്കൊണ്ടുപോയത്. പിന്നാണ് ഓരോ വിളിച്ചിട്ട് ഒരു വന്നത്, വെള്ളം കൊടുത്തത്. ഇപ്പൊ ഇവിടെ ഒരു പരിപാടി നടന്നിട്ടുള്ളത് ബൊക്ക കാര്യങ്ങളൊക്കെ ഒരു എല്ലാവരും പരിപാടിന്റെ ഇടയിൽ മുങ്ങിയിട്ട് എല്ലാവരും ബൊക്കും കാര്യങ്ങളും എല്ലാ സാധനവും എടുത്തിട്ട് ഒക്കെ നിലത്ത് വിരിച്ചു വെച്ചതാ. ഓർക്കൊരു ബൊക്ക കൊടുക്കാതെ അത് ഞാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് ഇല്ല. ആ ജ്യൂസ് തീർത്ത് അതിന് ശേഷം അപ്പോഴാണ് ഞങ്ങൾ ചായ ഒന്നാമത് ആ പരിപാടി കഴിഞ്ഞ ശേഷമാണ് ചായ ഉണ്ടാക്കാൻ പോയത്. ഞങ്ങൾക്കും അറിയാം നല്ല പരിപാടി എല്ലാവരും ഇൻവോൾവ് ആയാണ്. അതിന് ശേഷമാണ് ചായ ഉണ്ടാക്കാൻ പോയതൊക്കെ. ഞങ്ങൾക്ക് ടൈമില്ലേ, അതിനിടയിലാണ് കയറി വന്നപ്പോൾ ജ്യൂസ് ഇല്ല. അതൊക്കെ നിങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത്. അറിയാണ്ട് നമ്മളും കഴിച്ചു രണ്ടെണ്ണം അല്ലേ. വെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഞാൻ നേരത്തെ നിലപാട് പറഞ്ഞതാണ്. പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇനി ആർക്കെങ്കിലും ആരോടെങ്കിലും ചോദ്യം ചോദിക്കണ്ടോ? ടീച്ചർ വന്നാൽ റിസപ്ഷൻ കമ്മിറ്റിനെ അറിയിക്കണം. ഇവർ മത്സരിച്ചിട്ട് ഇവര് ബൊക്കെടുത്താൽ കൊടുക്കും. എന്നോട് പറയും ഞങ്ങളാ കൊടുത്തത്, നിങ്ങൾ കൊടുത്തില്ല. അപ്പൊ ഷാബിനല്ലേ ഒരാൾ മൂപ്പർക്ക് ചോറ് വെച്ചെടുക്കണ്ടില്ല. ഒരൊറ്റനിറങ്ങിയില്ല, സാറ് ഫസ്റ്റ് തന്നെ 3 പ്ലേറ്റിൽ ഞാൻ മുത്തായി എടുത്തിട്ടാണ് കൊണ്ടുവച്ചത്. അപ്പൊ സാറാ പറഞ്ഞത് എന്തായാലും ഓരോ പാത്രത്തിലായിട്ട് എടുക്കാണ്. പിന്നെ പാത്രം എടുക്കാൻ പോയാൽ ഓല് ഇവിടെ എന്തെങ്കിലും എടുത്ത് വെച്ചു കൊടുക്കാം. സാറ് കൊടുക്കാൻ നിന്നില്ല. ഒരാൾ ഫുഡ് കഴിച്ചാൽ അയാൾക്ക് വീണ്ടും ചോറ് ആവശ്യമുണ്ട്, വീണ്ടും വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ 2-3 പ്രാവശ്യം റൗണ്ട് അടിക്കണം. ഞാൻ എത്ര പ്രാവശ്യം റൗണ്ട് അടിച്ചാൽ സഫാനാണ് എത്രയോ പ്രാവശ്യം റൗണ്ട് അടിച്ചാ. ഞാൻ ഇന്നലെ ഞാനുണ്ടായിരുന്നു, ഞാൻ കൊടുക്കാൻ എനിക്ക് മാത്രം സാറ് ചോറിന്നപ്പോ ഞാനില്ലാണ്. ഞാൻ തിന്നാ ഞാൻ വെരിയും തൊട്ട് ഞാൻ പ്ലേറ്റ് പ്ലേറ്റാ കൊടുത്ത് എന്റെ പ്ലേറ്റാ സമീപനം പാലിക്കുന്നതാണ്. കുടുംബ അനന്ത് മന്ത്രി മൈക്ക് വയ്ക്കണം.
യെസ് 1 മിനിറ്റ്. ഷാബിൽ കൊടുത്തില്ല ഞാൻ പറയില്ല. ഷാബിൽ കൊടുത്തിട്ടുണ്ട്, പ്രവാസ് കൊടുത്തിട്ടുണ്ട്, ദഫ കൊടുത്തിട്ടുണ്ട്. നമ്മള് കൊടുത്തത് ഫസ്റ്റ് തന്നെ പറഞ്ഞ മാതിരി സാധാ നമ്മൾ കഴിക്കുന്നതായിരുന്നു നമുക്ക് കൊടുത്തത്. പക്ഷേ അങ്ങനെ പറ്റില്ല, ജസ്റ്റ് കൊടുത്ത് മാത്രം കൊടുക്കണമല്ലോ. രാവിലെ അങ്ങനെ കൊടുത്ത് യെസ് തിരിച്ച് കൊണ്ടുവന്ന് യെസ് വെച്ചാല് ഓ ഓ പറയാത്ത ഞാൻ കൂട്ടത്തിലുള്ളതാണ്, ഞാൻ ഗ്രൂപ്പുകളല്ലേ. ഈ മാത്രമാണല്ലോ ആ ഗ്രൂപ്പിലുള്ളത്. ഫവാസ് അപ്പുറത്തെ രണ്ട് ഗ്രൂപ്പിലാണോ? ഒരു പാടിണ്ടായിരുന്നു എല്ലാത്തിന്റെ ആയിക്കോട്ടെ. യെസ് പിന്നെ ഏയ് ഗ്രൂപ്പ് ഞാൻ ഒരു സംസാരിക്കും. ഫെസ്റ്റ് വരുമ്പോ എല്ലാവരും ഇൻവോൾവ് ആവണം. എന്റെ കമ്മിറ്റിയിലൊന്നും കാര്യമൊന്നുമില്ല. അത് സ്വന്തം കുറേ സംസാരിച്ചു. മൈക്ക് 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 യെസ് ഒന്നോ രണ്ടോ അഞ്ചോ ആൾക്കാരാണോ? ഇരിക്കും യെസ് 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 പ്ലീസ് പ്ലീസ് ആ യെസ് റിസപ്ഷൻ കമ്മിറ്റി മറുപടി പറയും. അപ്പോ ഫുഡ് കമ്മിറ്റിയുടെ മിസ്റ്റേക്ക് അല്ല. യെസ് സഖ്യഘടകമാണ് തോന്നുന്നത്. ചോദ്യമാണ് നമ്മളെ ട്രൈബല്ലേ, നമ്മൾ വന്നു രണ്ടാമത്തെ ശരിക്കും ആരാണ് ഫുഡ് കൊടുക്കേണ്ടത്? പാർലമെന്റിൽ ഒരാളെ പെട്ടെന്ന് ഇറങ്ങി. പക്ഷേ ഏതോ ഒരു കാരാണ്. 3 കൊട്ട നിറച്ച് സാധനം അവിടെ ചെയ്തത് തെറ്റാണ്. ഞാനൊരു പെൺകുട്ടി ആ ഒരു കൊട്ട മൊത്തം എടുത്ത് അവിടെ കൊണ്ട് അതിന്റെ അവിടെ വിൽക്കുവോ? പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് കൊട്ടയിലാക്കിപ്പിച്ച് എടുപ്പോയി കളയാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് കാലുവേദനായിട്ട് ഞാൻ ആ സൈഡിൽ കണ്ടിട്ട പണിയെടുത്ത് മോള് പൊട്ടോ പറഞ്ഞു. പറഞ്ഞോ ഇത്രയും ഇവിടെ നടക്കും. ഇവിടെ ഒരാൾ പെട്ടെന്ന് ഇറങ്ങി. രണ്ടാൾക്ക് ഞാൻ മാത്രാണോ? ഋതുവിനോട് മാത്രമേ ശത്രു. ഋതുവിന് മാത്രം നോട്ടീസ് ചെയ്ത കാണുന്നുണ്ട്. യാ യാ ഇന്നത്തെ പത്രവാർത്ത എന്നെ മാത്രം പറഞ്ഞിട്ട് ഡോക്ടർ സ്പീക്കർ റെഡ് കാർഡ്. കുറ്റം പറയുന്നവരെ മാത്രമല്ല പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കുറ്റം ചെയ്യാത്തവരെ പറയാൻ പറ്റുമോ? ഞാന് ആ കൊട്ട ഒറ്റക്ക് പൊന്തിച്ച് കൊണ്ടുപോയി ആടെ ഇടുന്ന ആളാണെങ്കിൽ അവന് 100 പ്രാവശ്യം കുറ്റം പറയാം. പറഞ്ഞോട്ടെ, അത് ഞാൻ സ്വീകരിക്കും. കൂട്ടത്തില പുരുഷന്മാരുള്ളപ്പോ അത് കൊട്ട ഒന്നിച്ച് അടി 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 അടി. ബഹുമാനപ്പെട്ട അംഗങ്ങൾ സംയമനം പാലിക്കണം. നിറയെ വെച്ചിട്ടുണ്ടാവും അവളെ എങ്ങനെ ഉറങ്ങണം മനസ്സിലായി. ഇന്നത്തെ പത്രവാർത്ത എന്താണ് അവള് പറയുന്നത്? പത്രവാർത്ത
ഇന്നലെ പത്രം വായിച്ചു പറയട്ടെ. അപ്പൊ പറയട്ടെ, രാവിലത്തെ ന്യൂസിൽ ഏറ്റവും ലാസ്റ്റ് ഇതുണ്ടായിരുന്നു, ഷാനിന്റെ പൊട്ടത്തരങ്ങൾ. വ്യക്തിപരമായി എന്നെ അവഹേളിച്ചു. ഞാനും അഫിലും ജുമാനോട് ലാസ്റ്റ് എവിടെട്ടോ പോയി പറഞ്ഞ കൊട്ട വേറെ കൊട്ട, വെബ് മാറ്റിയത് കൊട്ട വേറെ കൊട്ട വയ്യ. തൊഴിലിനെ കൊണ്ട് പണിയെടുക്കുന്ന ആളാണല്ലോ. തൊഴിൽ വെച്ച ആൾക്കാരോട് പണിയെടുക്കും. ടീമിൽ തൊഴിൽ വെച്ച് പറഞ്ഞ് പണിയെടുപ്പിച്ച് ആ കൊട്ട താഴെ മണ്ണാണ് ഈ ഷാനിൽ സഭയിൽ വെച്ച് പറഞ്ഞോ ഷാനിൽ പണിയെടുത്തെന്ന് പറയണോ? ഷാനിൽ പണിയെടുത്തെന്ന് പറയണോ? വേറെ എത്തിയില്ല ഇത് നമ്മുടെ വിജയം. ഇത് മറ്റേ ഇതില്ലേ, സ്പീഡ് കണ്ടു ചെയ്യുമ്പോലുണ്ട്. മാത്രം കണ്ടന്റ് ആക്കി പറയാൻ കാരണമുണ്ട്. പറയൂ പൊളിക്കൂ ഗായ്സ്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഏതടിച്ച് പക്ഷേ എന്താ പറയാനുള്ളത്? ഒന്നുമല്ല പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തി. ഒലാവേയും ഫസ്റ്റ് ഡേ അല്ലേ, സെക്കൻഡ് ഡേ അല്ലേ, ഇത് വരാനാണല്ലോ. മോയ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ കാര്യമാണ് തോന്നുന്നുണ്ട്. കൊട്ട തപ്പി നടന്നപ്പോ നമ്മൾ കാണുന്നത് 3 കൊട്ടയിൽ ഫുള്ള് സാധനമാക്കിയാണ്. അത് ഞങ്ങൾ കൊണ്ടുവരുന്നത്. എടോ പോടോ ഉപയോഗിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് എല്ലാവരും ഞാൻ പറഞ്ഞ ഒരു സാധനം ഭയങ്കര പോയിന്റാണ്. ഋതു അങ്ങനെ കൊട്ടിട്ട് പോയി എന്ന് വിചാരിക്കാം. അത് കാണുന്ന ഷാനിൽ എന്ത് ചെയ്യാം? ആ കൊട്ട കൊണ്ട് കണ്ടാം.
ഇടപെടണോ ഏതാണ് ആ കൊട്ട? ആ കൊട്ടൊരു പൊട്ടന്റെ കൊട്ട എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യമില്ല. ഏതാണ് ആ കൊട്ട? ഹലോ, നമ്മളിത് ഒരു മിനിറ്റ്, ഞാൻ നിയമസഭ പാർലമെന്റിൽ നിന്ന് 2 മിനിറ്റ് പോണേ, ഇപ്പൊ തരട്ടാ. നിങ്ങളിത് ഒരുമാതിരി പേഴ്സണൽ റിവെഞ്ച് ആക്കി എടുക്കല്ലേ? ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം. പാർലമെന്റിൽ ഒരു കോമഡി സെഷൻ ആക്കി പാർലമെന്റിൽ അടി ഉണ്ടാക്കാൻ അത് പറഞ്ഞു. നിങ്ങള് അതെ ഹലോ കുട്ടികളെ നോക്കി ഒരു മിനിറ്റ്, ഞാൻ പേര് പാർലമെന്റ് തുടങ്ങുമ്പോൾ അവസരം തരും. മിനിറ്റ് ഇല്ല, 10 കൂടി ഉണ്ട്. പേരും ഋതുവ ഒരു മിനിറ്റ്. എന്റെ പ്രഷർ ഒന്ന് കുറച്ച് ബേജാറാവല്ലേ? ഒരു മിനിറ്റ്, ഞാൻ റിവ്യൂ തരും. അവസാനത്തെ 10 നമ്മൾ റിവ്യൂ തരും. വെയിറ്റ് കുട്ടികളെ, സൽമാൻ നാളെ മുതൽ ട്രൗസർ ഫോർമൽ സെഷനിൽ കാണുന്ന ഊരി വിട്ടോളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സാധനം, ഇതൊരു രസാക്കി എടുത്തിട്ടേ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് കേട്ടാ. ഈ ഇരുത്തൊക്കെ ഇങ്ങനെ കാണാനും നമ്മളൊരു പാർലമെന്റ് മോഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവർക്കും പറ്റാവുന്നവർക്കൊക്കെ മൈക്കും തന്നു അടിയൊക്കെ കൂടെ ഞാൻ തിരിച്ചിരിക്കും. എന്റെ മൈക്ക് വരെ കൊടുത്ത് തല്ലുകൊടുത്താറുണ്ട്. അതൊരു രസത്തിനാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് അടിക്കരുത്. ഇപ്പൊ ഉദാഹരണം പറയാം, ഇന്നിപ്പോ ഫുഡ് കമ്മിറ്റിക്ക് ഒരേ ഇത് പറയാം, ഒരു മറന്നുപോയ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ ഫുഡ് കമ്മിറ്റി ഉദാഹരണം പറയാം, ഉച്ചക്ക് ഞങ്ങൾ നല്ല സാമ്പാറും കാര്യം കൊടുത്തില്ല, അത് പോസിറ്റീവാണ്. അപ്പൊ ഇങ്ങനെ ഒരു മിനിറ്റിനാകില്ല പറയിട്ട് ആ സഭ തുടങ്ങിയ നിങ്ങള് ഇപ്പൊ റിസപ്ഷൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ തേങ്ങ അടിച്ച് ജ്യൂസ് കൊടുത്ത്, ഇന്ന് ഒരു പറഞ്ഞ ഞങ്ങൾ 3 ജ്യൂസാണ് കൊടുത്ത് അല്ലെ, 3 കൂട്ടം ജ്യൂസ് കൊടുത്ത് അറിയുന്നത് റിസപ്ഷൻ അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ അഡ്വാൻറ്റേജ് എവിടെയും അപ്പുറത്തൊരു പാത്രം കഴിക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള രസമായി ചോദിക്കാണ്ട ഋതുവ അത് കൊണ്ടില്ല. ഷാനിൽ അപ്പുറത്ത് പത്രം നിങ്ങൾ കോമഡി ആയിട്ട് ഇല്ല. ശരി, ഒരു മിനിറ്റ്. പാർലമെന്റ് പുനരാരംഭിക്കുകയാണ്. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. അവിടെ അടുത്തവിടെ ഞാൻ പറയുന്ന മൈക്ക് മാത്രം തുറന്നു മതി. ആ മൈക്ക് തുറന്നു. ആ തരും മനസ്സാണ് നയിക്കുന്നത്. അവസാനത്തെ ആൾക്കും സംസാരിക്കാൻ തന്നിട്ടേ പിരിച്ചുവിടും. യെസ് അല്ലേ? ഞാൻ കിച്ചൺ ഡ്യൂട്ടിയാണ്. കാര്യം പറയാനുള്ളൂ. ഏതാ റിജു പറഞ്ഞു ഇവിടെയുള്ള വേസ്റ്റ് കൊട്ടകളൊക്കെ ഓലെടുത്തിട്ടാണ്. ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലാണ്. ഞാൻ നേരെ ഇതിലെങ്ങനെ കണ്ടു, ഇവിടെ ഒരു കൊട്ട ഉണ്ടായി. അപ്പോ റിഫ് എന്നോട് പറഞ്ഞ് ഓളതിൽ കൊട്ട എടുക്കേണ്ടതാണ്. ഓള് പറഞ്ഞു ഞാനും ഓളുപാടാണ് ഇവിടുന്ന് ഒരു ഫുള്ളായിട്ടുള്ള വേസ്റ്റ് കൊട്ട പുറത്തേക്ക് ഇട്ടത് ഞാനും റിഫുമാണ്. ഇനി ആരാ സംസാരിക്കാം? ചോദ്യം ചോദിക്കാമല്ലോ. ആ മൈക്കോണാക്കി കൊടുക്കും, ചോദിക്കും. അതുപോലെ 3 കൊട്ട ഞാന് ജുമാന അവിടെ ഓക്കെ. ഈ മൈക്കോണാക്കി കൊടുക്കും. ഒരു മിനിറ്റ്. ഈ കൊത്തക്കേസ് കൊള്ളം കൊടുത്തു. ആ ഓന്റെ പേരാണ് ഗിരീഷ്. ടീമിനെ തന്നെയാണ് അവർ പറഞ്ഞത്. ഓന് പറഞ്ഞതിനുള്ള മറുപടി നേരത്തെ കാര്യം ഓക്കെ. ഷാൻ
മാത്രം എടുത്തിടാൻ കാരണം ഞാന് ഇന്ന് ഷാനിലാണ് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത്. പിന്നെ സാറ് വേഗം പോയല്ലോ, പിന്നെ എല്ലാരും ഇവിടെ തിരിഞ്ഞ് കളിക്കാം. അപ്പൊ സഫ്വാൻ എടുക്കും പറഞ്ഞ് എനിക്കിത് കണ്ടിട്ട് പണി എടുക്കാൻ തോന്നുന്നു. കുറെ ആൾക്കാർ പണിയെടുക്കാൻ തിരിഞ്ഞ സഫ്വാൻ കണ്ടുക്കോ, അല്ലെങ്കിൽ കണ്ടുക്കോ പണിയെടുക്കാൻ തിരിഞ്ഞെങ്കിലും കണ്ടുക്കോ. അങ്ങനെ എന്തെങ്കിലും ഷാനിന്റെ ആട്ടിൽ അങ്ങോട്ട് കൊണ്ടിങ്ങനെ തിരിഞ്ഞടിക്കുന്നത്. അങ്ങനെ ഷാനിൽ ഞാൻ ഇവിടെ വിളിച്ച് ഈ സൈഡിലുള്ള പുല്ല് ചെത്തിച്ച്. അത് ഓൻ ഒറ്റക്കല്ല, ആ സൈഡിലുള്ള ചെറിയൊരു ഭാഗം. അപ്പൊ അവിടെ പതിനുണ്ട്, പിന്നെ ജെയ്സലുണ്ട്, പിന്നെ റിജുണ്ട്. അപ്പൊ ഓൻ അതിന്റെ കഴിഞ്ഞ് അത് വേഗം ചെയ്ത് ഓൻ എന്തെങ്കിലും അവിടെ ഓടിനടുത്ത് ഓടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പണിയെടുക്കണില്ല, പെണ്ണുങ്ങളോട് ഷാദിനോട് ഭർത്താവാണ് കുത്തിരിക്കാൻ. ഷാദി കേട്ടോ, ഷാദിനോട് ഒരു മിനിറ്റ്, ഈ രണ്ടാളെ ഞാൻ സഭയിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ സെക്രട്ടറി ബോർഡിൽ ഇരിക്കില്ല സഭയിലുള്ള വാക്യം. ഒരു മിനിറ്റ് മൈക്കാർക്ക് കൊടുത്ത പ്ലീസ് പ്ലീസ് പ്ലീസ്. സഫ്വാൻ ഇനി മൈക്ക് തരില്ല, ഫൈനലാണ്. അന്ന് ചർച്ച കുറ്റം വരിക. അപ്പൊ ഞാനല്ല പറയണ്ടേ, ഇവിടെ പണിയെടുക്കാത്തതിനല്ലേ പറയുന്നത്. ഒരു മിനിറ്റ്, ഈ സബ്ജക്ട് ഞാൻ രണ്ടാമത്തെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ്. മതി മതി. ഒരു മിനിറ്റ്, ഓരോ പേഴ്സണൽ സ്ഥാനത്ത് നിങ്ങളെല്ലാവരും പുളി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആരും മോശക്കാരൊന്നല്ല ഇവിടെ അല്ല, രണ്ടും പറയരുത്. അപ്പൊ രണ്ടും കൂടി പറയരുത്. യെസ്, പറയൂ. ഒരു മിനിറ്റ് ഹൃദവാ പ്ലീസ്. ഒരു മൈക്ക് കൊടുത്താൽ കുട്ടിക്കും തരാം. ഇപ്പോഴത്തെ മൈക്ക് കൊടുത്തോ. നിങ്ങളോട് ചോദ്യോത്തര വേളയാണ്. ഏതെങ്കിലും ടീമിന്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ ടീമിനോട് അത് ചൂണ്ടിക്കാണിക്കുക, ഓരതിന്റെ മറുപടി പറയാം. അതാണ് ചടങ്ങ്. അല്ലാണ്ട് നിങ്ങൾ അപ്പുറത്ത് കൊട്ടിട്ട് ഇപ്പുറത്ത് ടീമാണ്. യെസ് യെസ് യെസ്. അപ്പോ റിസപ്ഷന്റെ ടീം സാറ് പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് ഓർക്ക് എന്തോ ചെമ്പരത്തിന്റെ ഒക്കെ ജ്യൂസ് എന്തോ അടിപൊളി സൂപ്പർ വെള്ളം കൊടുത്തു. പക്ഷേ ആ കിച്ചണിൽ ഉണ്ടാക്കി കൊടുത്ത വെള്ളം ഓല് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഉള്ള ഒരു പാത്രം പോയി തൊട്ട് നോക്കിയില്ല. ആ പാത്രം ഫുള്ള് കഴിഞ്ഞിട്ട് ഞങ്ങള് നിങ്ങളൊരു പിൻവാടി വന്നത് വേറെ ഏതോ ടീം വെള്ളം വന്നപ്പോ വേറെ ഒരു ടീം വന്നപ്പോ ആ ചെമ്പറ്റ കണ്ടിട്ടു. പിന്നെ ജ്യൂസ് എടുക്കാൻ വേണ്ടിട്ട് അടുത്ത സ്ഥലം കൊണ്ട് പിന്നി വന്നത് അതേപോലെ അതേപോലെ അത് അവിടെ വെച്ചിട്ട് അതും കടുത്ത ആരോപണമാണ്, മറുപടി പറയേണ്ടതാണ്. മൈക്കോട്ടെ ഓണാണ്. ഉച്ചക്കത്തെ സാമ്പാറിന് തേങ്ങ അരിക്കുന്ന ടൈമിലാണ് ഓല് വന്ന് ചോദിച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, വെള്ളം ചൂടാക്കണം. അതിന്റെ തേങ്ങ അരിക്കുന്ന ഇടയിലാണ് ഞങ്ങൾ വെള്ളം ചൂടാക്കി കൊടുത്തത്. എന്നിട്ട് പോലെ ജ്യൂസ് അടിച്ച പാത്രം അങ്ങനെ തന്നെ അവിടെ വെച്ച് പോയതാണ്. കോപ്പിന്റെ കോപ്പി പിന്നെ വിരാൻ പറഞ്ഞോ തേങ്ങ ചൂടാക്കലൊക്കെ കഴിഞ്ഞിട്ട് മറുപടി
യെസ് പ്ലീസ് മൈക്ക് ചേർത്ത് പറയും. ഞങ്ങള് ജസ്റ്റിന് വെള്ളമായിരുന്നു റെഡിയാക്കി വെച്ചത്. അപ്പൊ സാറ് പറഞ്ഞ് സാർ ചുടുവെള്ളം വേണ്ടി നല്ല ഇവനെ പ്രചോദനമാക്കി ഓൺലൈനില്ല റിസ്വാൻ മൈക്ക് കൊടുക്കും. റിൻസ തരും തരാം. റിൻസക്ക് മൈക്ക് കൊടുത്തേ. റിസ്വാൻ പറയും. സാറേ ഞാൻ പറയാനുള്ള റിസപ്ഷൻ കമ്മിറ്റി തന്നെയാണ്. ഇന്ന് ഉച്ചയുടെ ക്ലാസ്സുകൾ എല്ലാവരും കിട്ടുന്നുണ്ടാവും. സൽമാൻ സാറിന്റെ അന്ന് മൂപ്പരെ എന്താ പറയുക വെൽക്കം ചെയ്തത് ഞാനാണ്. സാറ് എന്നെ ചോദിച്ചു, അബ്ദാ സാറ് ചോദിച്ചു ആരെ വെൽക്കം ചെയ്യുന്ന ആളെവിടെ. ഞാനും ചോദിച്ചു റിസപ്ഷൻ കമ്മിറ്റി എവിടെ മറുപടി കേൾക്കണ്ടേ? ഇതാ ഇപ്പൊ ഒരു മിനിറ്റ് ഒരു ചോദ്യം കൂടി ഇങ്ങോട്ട് ചോദിക്കാണ്ട് ഒന്നിച്ച് മറുപടി പറഞ്ഞോളൂ. ഓർക്കും ഉണ്ട് മൂന്നിന് ഒന്നിച്ച് പറയാം. പ്ലീസ് 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 ചോദ്യം ചോദിക്കും. മൈക്കാണെങ്കിൽ ഓർമ്മ മൈക്ക് ഓഫാണ്. സ്വിച്ച് ഓഫാണ്. ഇപ്പൊ സാറ് പറഞ്ഞാണ് സാറിന് ഒരു വെള്ളം കിട്ടില്ല കയറുന്നു. ഓറഞ്ച് കൊടുത്ത് സാറ് കത്തിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. സാക്ഷിനെ ഹാജരാക്കാൻ പറയും. സാക്ഷിനെ ഹാജരാക്കാൻ പറയും. പാർലമെന്റ് കോടതി ബഹുമാനപ്പെട്ട ഫാസിൽ മന്ത്രി ഇരിക്കും. ഫാസിൽ മന്ത്രി മതി തരാം എനിക്ക് തരാം 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 എനിക്ക് ആടെ കുറയ്ക്കൂ. ആടെ സൗണ്ട് കുറയ്ക്കൂ. ആടെ ഓഫാക്കിയതാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങൾ പ്രസക്തത ബാധിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി റംസാൻ കേൾക്കൂ. മൈക്ക് അടുപ്പിച്ചു. കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ കേൾക്കുന്നു.
അഭിരാമിനാണ് ഡ്യൂട്ടി എങ്കിൽ അഭിരാമി എടുത്തപ്പോ ചോദിച്ചൂടെ ഓളെന്തുകൊണ്ട് ചോദിച്ചില്ല? അഭിരാമി ചോദിക്കട്ടെ. അഭിരാമി ചോദിച്ചു അഭിരാമി ചോദിച്ചു. ചത്തി 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 നിങ്ങളുണ്ട് ആ റിൻഷക്ക് ഒരു മൈക്ക് കൊടുത്തല്ലോ. ഒരു മിനിറ്റ് റിൻഷ ഒരു മിനിറ്റ്. ഒരു മറുപടി വേണ്ടേ? മറുപടി കേക്കണ്ടേ? ആ പറയൂ. സാറിന് വേണ്ടിട്ട് ഓക്കെ ഇവ സുധാ ഫർബി. ഓക്കെ ക്ലിയർ ക്ലിയർ ക്ലിയർ. റിൻസ 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 ഇരിക്കി ഇരിക്കി ഇരിക്കി. ആ സഭയിൽ കസേര ഉയർത്തി അംഗങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച നാദിൽ മന്ത്രിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വനിത സംസാരിക്കാൻ നമ്മൾ ബഹുമാനിക്കും. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അവിടെ ഉള്ളല്ലോ. അദ്ദേഹം പറഞ്ഞത് അതിൽ വെള്ളല്ലേ വെള്ളല്ലേ എന്തേ കൊണ്ടുവരും അതിങ്ങ എടുത്തോ. ഉണ്ടോ അത് തൂത്താള് നിനക്ക് എടുത്തോ. അത് തൂത്തിങ്ങ എടുത്തോ. അത് തൂത്താള് കൊണ്ടുപോയി തൂത്തുവാ. നല്ലൊരു പണി കൊടുത്ത് ഇപ്പൊ വരും. ഒരു വെള്ളം തൂത്തി ഇങ്ങനെ വരും. നിങ്ങൾ പാത്രം എടുത്തു വെച്ചില്ല എന്നുള്ളത്. ആ വെള്ളം തൂത്തി ഞാൻ അതിൽ വെള്ളം വെച്ചില്ല എന്ന് പറയാനുള്ള പരിപാടിയാണ്. ഇപ്പൊ വരും. കസേര ഉയർത്തിയത് അതായത് ഇരിപ്പിടം ഉറപ്പിച്ചാണ്. മറ്റേ തല്ലാൻ കയറി. വാ 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 വേവാ. വേവാ 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 വാ 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 വാ. സാറേ വെള്ളല്ല സാറേ ഇത് വെള്ളല്ല. ഞാൻ കൊടുത്ത പണിയാ. ഹലോ സഭയിൽ തെളിവ് സഹിതം കിട്ടിയതിനെ അന്വേഷിച്ച് നടപടി. ഒരു മിനിറ്റ് ഇരിക്കും. ബഹുമാനപ്പെട്ട അംഗങ്ങൾ നിശബ്ദത പാലിക്കേണ്ടതാണ്. ക്ലിയർ 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 ക്ലിയർ. ഞാൻ പറയാം. ഇരിക്കി. ഹലോ ഒരു മിനിറ്റ്. റിൻഷ പറഞ്ഞത് നിങ്ങൾ പഞ്ചസാര പാത്രത്തിൽ കൊണ്ട് അവിടെ ഇട്ട് പോയി എന്നുള്ളതാണ്. അവിടെ നിൽക്കണം. ഇരിക്കി. ഒരു മൈക്ക് കൊടുത്താൽ ഇനി തരാ. നിങ്ങൾ കുറെ ചോദ്യം ചോദിച്ചില്ലേ? ചോദ്യം ചോദിക്കാത്ത ടീമിന് കൊടുത്ത് അവിടെ വെയിറ്റ് തരാ. ഇവിടെ 2 ടീമുകൾക്ക് മൈക്ക് കിട്ടിയില്ല. രാജീവിന്റെ സസ്പെൻഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ?
സഭയിലുള്ള ചെമ്പും പാത്രവും സാറേ എനിക്കൊരു കാര്യം പ്രതീക്ഷിക്കാണ്ട്. സാറേ പുറത്തുള്ളവർക്ക് വരാൻ പറ്റുമോ? സഫാനി ഓക്കെ ഇരിക്കി അല്ല ദാരി ചലാചരോ പാർലമെന്റ് കത്തിച്ച് ഇത് നമ്മുടെ വിജയം. ഉണ്ടാക്കിയപ്പോ ഞാനാ അവളോ അവരോട് പറഞ്ഞു തൂത്താളെ ഓൻ തൂത്താന് ഞാനിവിടെ പേരുണ്ടാക്കി അവരല്ലേ വീഡിയോയില് കണ്ടാ ജോലി ഇതിലുള്ള വീഡിയോ മൊത്തം വീഡിയോ ഉണ്ട്. ആ പറഞ്ഞോ ആ ആ ഗായ്സ് ആ വെള്ളം തൂത്തതാണ് ഇത്രയും പ്രശ്നമായത്. ഇപ്പോഴാണ് പാർലമെന്റ് സെറ്റായത്. എന്റെ ഐഡിയ പാർലമെന്റ് കത്തി തുടങ്ങിയത് കണ്ടന്റ് കിട്ടി. ഇതുവരെ ഉണങ്ങി നിന്ന പാർലമെന്റ് കത്തിക്കേറുന്നുണ്ട്. ഇന്ന മൈക്കല്ലാത്ത എല്ലാ മൈക്കും പേരെ ഇന്ന് ബടക്കട്ടെ ഒരു മിനിറ്റ് ഒരിത് വേണ്ടേ? മിണ്ടരുത്. ഇരി സഭയിലിരിക്കും. അനന്തമന്ത്രി ഇരിക്കും. ഏ 40 മിനിറ്റ് പറയണ്ട. കണ്ടന്റ് കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഇപ്പൊ കണ്ടന്റ് കിട്ടും. ഒരു ചോദ്യം കൂടി തരും. ഇവരുടെ ചോദ്യം ഞങ്ങൾക്ക് തരും. ഞാൻ തരും. പാർലമെന്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പറയും? വളരെ നല്ല അടി കുറവല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിയില്ലയോ? തല്ലി തീരണം. നല്ല തല്ല് അടി ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഏറ്റില്ല. ലാസ്റ്റ് ഇപ്പം വെള്ളം ഒന്ന് ഒഴിവാക്കിയപ്പോ ചെറിയൊരു ഫയർ വന്നു. സ്പാർക്ക് വന്നു. എന്താണോ ബാബു? ഓൻ പറയാനില്ല. ഓൻ
നമ്മളെ വെള്ളം കഴിച്ചപ്പല്ലേ പയറ് അതാണ് നമുക്ക് വേണ്ടത്. പയറ് വേണം ഉണ്ടാക്കിയൊരു കണ്ടന്റ് കത്തി അതാണ് ഇവിടെ കാണുന്നത്. വ്യാജമാണോ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് ഈ അത്തർ സാറെ ചുമതലപ്പെടുത്തിയിരുന്നു. അത്തർ സാറ് തരുന്ന റിപ്പോർട്ടിനനുസരിച്ചുകൊണ്ട് നാളെ സഭയിൽ തീരുമാനങ്ങളുണ്ടാകും. അന്വേഷിക്കും. ആദ്യം മന്ത്രി തെളിവിന് 50,000 തെളിവിന് 50,000 വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെള്ളത്തിന്റെ കമ്മിറ്റി ഉത്തരം മറുപടി പറയേണ്ട തരും. ഫാസിൽ തരും. സാറിപ്പൊ കുടുങ്ങി ശരിക്കും പെട്ട്. അതാണ് തെരച്ചു കൊടുക്കണം. അത് കറക്റ്റാ. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. ഞാനാണ് ബ്രാൻഡ്. ഇങ്ങോട്ടും ശരി. ഓക്കെ അങ്ങോട്ട് അടിക്ക് മാറേട്ടാ. അടി 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 അടിക്ക് അടിക്ക് അടിക്ക്. ഇനി ഞാന് സെക്യൂരിറ്റി ഗാർഡ് നടക്കേണ്ടി വരും. അടങ്ങിയിരുന്നില്ലെങ്കിൽ പുറത്ത് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് തരും. പഞ്ചസാര വെള്ളം കലക്കി കൊടുത്തു. സംസാരിക്കേ. 50,000 ഒരു മിനിറ്റ് അതിന് മറുപടി നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് പറയല്ലോ ഇതെല്ലാം പുറത്ത് വരും. ഒരു ദിവസം വരും. ഒരു ദിവസം എല്ലാം പുറത്ത് വരും. ഇതിപ്പോ ശരിക്കും കേസെടുക്കാം. വെള്ളം അമൂല്യമാണ്. അതൊരാള് പറഞ്ഞാലോ എന്താക്കരുത്, ഒഴിവാക്കരുത്. അത് ഒഴിവാക്കാനുള്ള ബുദ്ധിമുട്ട് വേണം. അതെ, ആ തിരുമോന്ത കണ്ടിട്ട് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തോന്നിയോ? ഞാനാ പറഞ്ഞെങ്കിലും ഓനെ ഒഴിവാക്കാം. ആ ഒഴിവാക്കിയാലെന്താ ഫയറായി കത്തിയില്ലേ? ഒരു കാര്യം മുന്നുള്ളവർ ചെയ്യുന്ന ഫോളോ ചെയ്യാണ് കൂടുതൽ ചെയ്യുന്നത്. ഇന്നത്തെ റിസപ്ഷനിൽ നല്ല വെള്ളം കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ പഞ്ചസാര വെള്ളം മാത്രമായിട്ട് കൊടുക്കുക? 46 മിനിറ്റ് അവനവിടെ വേദനിച്ച് ചോദിക്കുന്നതിന് മുമ്പേ വെള്ളവുമായി ബന്ധപ്പെട്ടത് സാറിന് വിട്ടുകൊടുത്തിരിക്കുന്നു.
ആ കുഴപ്പമില്ല വിട്. ശരിയാക്കാം. പാർലമെന്റ് നിർത്തി സ്റ്റോപ്പാക്കി. ബൈക്ക് കൊണ്ടാ ഇല്ലത്തില്ല അമ്മ പറയും അമ്മ ബൈക്ക് ഉണ്ടാക്കി കൊടുക്കും. വെള്ളം അവിടെ കെട്ടിക്കൊണ്ടാകുന്നുണ്ട്. സംസാരിക്കുന്നത് പെണ്ണുങ്ങളാണ്. മറുപടി ചോദിക്കും. മറുപടിയല്ല ചോദിക്കും. അത് ഓടാടാ. പിന്നെ ഇന്നത്തെ പൊട്ടി കമ്മിറ്റിക്കാരെന്ന് എഴുതിയിട്ടുണ്ടാവില്ല അവിടെ നോക്കുക പ്ലേറ്റും ഗ്ലാസും ആ എവിടെ? മേശ ഇവിടെ അവിടെ രാത്രിത്തെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അതൊരു പൂർത്തിയായിട്ട് പോയി ചെയ്യും. ഇന്ന് ഇവിടെ സാറ് അസംബ്ലി സുഖമില്ലാത്തത് മാറിയെടുക്കാതെ കുറെ ആൾക്കാർ പോയി കണ്ടിരിക്കുന്നു. അത് സുഖമില്ലായിട്ടിരിക്കോട്ടെ, സുഖം ഉണ്ടായിരിക്കോട്ടെ. ഓക്കെ, ക്ലിയർ ആണ്. ഒരു ടീച്ചർമാര് ചോദിക്കും ഒന്നും ചെയ്യുന്നില്ലാന്ന് സാറ് വരെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അന്ന് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞേ. നമ്മളേതായാലും ഇത് നിർത്താൻ പോവാണ്. വന്ന് ചോദിച്ചിട്ടില്ല. ഫുഡ് ഇവിടെ ഒരു മിനിറ്റ് ആയിക്കോട്ടെ. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ആരോ ചോദിച്ചേ മറുപടി തരുമല്ലേ? ഓർക്ക് ഞാൻ മൈക്ക് കൊടുക്കുന്നില്ല, ഒരു മറുപടി തരും. തോന്നില്ല അടിച്ചോടിക്കണ കുട്ടന്മാരെ അല്ലേ മൈക്ക് അടുത്ത വെള്ളം ഇപ്പൊ തന്നെ എല്ലാ ഒരൊറ്റ ചോദ്യങ്ങളും അടുത്ത സ്കീം ഇപ്പൊ എന്താ പറയും. അടുത്ത സ്കീം ടൈമില്ല, അപ്പൊ നിർത്താനായിരിക്കും. ആലോചിച്ചിട്ട് നാളത്തെ പാർലമെന്റ് കത്തിക്കണം. ആലോചിച്ചിട്ട് നാളത്തെ പാർലമെന്റ് ശരി, കുടിവെള്ളത്തിന്റെ കയ്യിൽ മൈക്കുണ്ടോ? ടീമിന്റെ കയ്യിൽ മൈക്കുണ്ടോ? അതേപോലെ നമ്മളെന്നാ സ്റ്റോപ്പ് ചെയ്യാം. സോറി, ക്ലീനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞങ്ങൾ ഏതായാലും കുറെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി. അതെ, പാർലമെന്റ് കുറച്ച് കത്തിച്ചു. ഇത്ര നല്ല പാർലമെന്റ് കത്താം. അതെ, പക്ഷേ നമ്മൾ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി. പാർലമെന്റ് കുറച്ച് കത്തിച്ചിരിക്കണം. വെള്ളം എടുത്ത് ഒഴിവാക്കി ഇങ്ങനെ വെള്ളം എല്ലാം എന്നൊക്കെ പറയും. നാളെ കൂടി ഉഷാറാക്കണമെന്നുണ്ട്. പറയരുത് പറഞ്ഞ കെൻഷൻ ഓരോ ടൈമിനായിരം നമുക്ക് വാങ്ങണം. 5 റുപ്യ തെച്ചെന്നതിന് പറഞ്ഞ സാറിന്റെ തെളിവ് ചോദിച്ചിട്ടുണ്ട്. തെളിവ് ഞങ്ങളെ കയ്യിൽ ആരാണോ പറയുന്നത് നമ്മൾ തെളിവ് കൊടുക്കും. നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ പാർലമെന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾ അങ്ങനെ എടുത്തേ. ചാനലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് സന്തോഷം. അതുകൊണ്ടാണ് മൈക്കായിട്ട് വിട്ടുകൊടുത്തേ. പറയട്ടെ, ഒരു നല്ലൊരു പാർലമെന്റേറിയന്റെ ഭാവിയുണ്ട് അല്ലെ? നന്നായിട്ട് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഋതുവ കത്തിക്കേറി. പക്ഷെ ഋതുവന്റെ വ്യൂ എത്ര സമ്മർദ്ദം ഉണ്ടായിട്ടും അതിനൊന്നും കുലുങ്ങാതെ തളരാതെ ഒരു നല്ല പെൺകുട്ടിയുടെ ലക്ഷണമാണ് കാണിച്ചത് കേട്ടോ. ഞാൻ ഓളൊരു സൂചിപ്പിക്കാൻ പറഞ്ഞല്ലേ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ കടന്ന് ആക്രമിച്ചിട്ടും ഒരടി പിന്നോട്ട് പോവാതെ ആ സ്ഥാനത്തിൽ ഉറച്ചു നിന്ന് ആ വ്യൂ അവതരിപ്പിച്ചിട്ടാണ് പോയത്. നമ്മൾ ഈ സ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്നതാണ് കാലിന് വയ്യാണ്ട് ഇരുന്നോനെ കാലിന് നേരെ വരെ പാർലമെന്റിൽ പോയി അല്ലേ? യെസ്, ഹലോ. ഓന് ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോയി ചെമ്പ് കൊണ്ടുവരാന്ന് പറയുന്നത് അത് അപ്പുറത്തെ ഒരു രസത്തിനുള്ള ഒരു കോമഡി. അപ്പൊ മറ്റവന് ചോദിക്കാൻ എന്തോ കൊടുത്ത് കുടിക്കൂടെ? അപ്പൊ അങ്ങനെ അത് ശരിയാണല്ലോ. ഹലോ, അതെ തന്നെയാണ് രസകരമായ സാധനം. മറ്റവനെ സസ്പെൻഷൻ പിൻവലിക്കണം. ഓനപ്പുറത്ത് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വന്ന് ഒരു പ്ലാന്റാണ്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം, ഈ ഇപ്പുറത്ത് കൂടെ പോയിക്കോ, ഇതൊക്കെ പ്ലാന്റാണ്. അങ്ങനെ തന്നെ വേണ്ടേ? പിന്നെ റിംസിനെ പോലെ പറയുമ്പോ നമുക്ക് എന്താണ് മനസ്സിലാവാത്ത കുറെ സാധനങ്ങളുണ്ട് അല്ലേ? ക്യാമ്പസ് മൊത്തം പൊട്ടും. മെയിൻ സ്വിച്ച് അല്ല, ഈ മിനി തലമുറ അല്ലാത്തൊക്കെ എവിടെയൊക്കെ അതിനുള്ളത്
നീ സൗണ്ടില്ലല്ലോ. പ്രിയ സാജിദ